നിങ്ങൾ എപ്പോഴേലും ഫേസ് ഷേവ് ചെയ്തിട്ടുണ്ടോ? അത് ഇനിയും ട്രൈ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം എന്താ? നിങ്ങൾ വാക്സിംഗ് ആണോ, ത്രെഡിംഗ് ആണോ, അതുപോലെ തന്നെ ഷേവിംഗ് ആണോ പ്രിഫർ ചെയ്യുക? എന്തെങ്കിലും ഒരു മിത്ത് നിങ്ങൾ ആലോചിച്ചിട്ടാണോ ഇതുവരെ ഷേവ് ചെയ്യാതിരിക്കുന്നത്? അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതൊന്ന് ഹൈപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേൾസിൽ നമ്മൾ ഫേസ് ഷേവ് ചെയ്യുന്ന പരിപാടികളും അത് എൻ്റെ എക്സ്പീരിയൻസും അതിൻ്റെ പിന്നിലുള്ള കുറച്ച് മിത്തും അതിനെപ്പറ്റി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിൽ ഞാൻ വലിയ ഡാർക്കായിട്ടൊന്നും കണ്ണൊന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഉറക്കം തൂങ്ങിയ ഫീൽ തോന്നുന്നുണ്ടെങ്കിൽ അതായിരിക്കും. ഞാൻ കണ്ണ് വലുതായിട്ട് എഴുതിയിട്ടില്ല. ഞാൻ പുറത്ത് പോയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ടോപ്പിക്കിൽ എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ. കാരണം ഒരു 4-5 വർഷമായി. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. അത് കുറച്ച് പേർക്കെങ്കിലും ഒരു ധൈര്യമാകും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോഴും കുറേ കാര്യങ്ങൾ ആൾക്കാരെപ്പോഴും ക്യൂരിയസ് ആയിട്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ക്യൂരിയസ് ആയിട്ടിരിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണിത്. ഇത്രയുമൊക്കെ ഡെവലപ്പായാലും കുറച്ച് ക്വസ്റ്റ്യൻസ്, സംശയങ്ങൾ, ഇതൊക്കെ ചെയ്താൽ സെറ്റാവുമോ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ആൾക്കാരുടെ മെയിൻ കൺസേൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇരട്ടിയായിട്ട് വളർന്നു വരുമോ, ഗേൾസ് ആയാലും വുമൺ ആയാലും സേഫ് ആയിരിക്കുമോ, പിന്നെ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, പിന്നെ ഞാനിത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ChatGPTയോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ChatGPT ആണ് എൻ്റെ ഇൻ്റർവ്യൂവർ. അപ്പോൾ ChatGPT എനിക്ക് പറഞ്ഞു തരും ക്വസ്റ്റ്യൻസ് എന്താണെന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ ചോദിച്ചേക്കുന്നത്, വാട്ട് ഡിഡ് ഐ ഡിസൈഡ് ടു ഷേവ് മൈ ഫേസ്? എൻ്റെ പണ്ടത്തെ കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. അതിലൊക്കെ സെൽഫി എടുത്താലും അതുപോലെ തന്നെ ബാക്ക് ക്യാമറയിലോ ഒരു ഫോട്ടോ എടുത്താലും എന്തോ സംതിങ് എൻ്റെ ഫേസിൽ ഒരു പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ ഫോട്ടോയിൽ ഇങ്ങനെ തോന്നും. അപ്പോൾ അന്ന് അതെനിക്ക് എന്താണെന്നറിയില്ലായിരുന്നു. പിന്നീട് നമുക്കിങ്ങനെ ബോധം വെച്ച് വരുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ പല്ല് കുറച്ചുകൂടെ പൊങ്ങിയായിരുന്നു. ഞാൻ ക്ലിപ്പൊക്കെ ഇട്ടു. അപ്പം ഈ ക്ലിപ്പൊക്കെ ഇടുന്നതിന് മുന്നേ ആദ്യം എനിക്ക് ഈ ഒരു സാധനം തോന്നി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കടയിൽ കിട്ടുന്ന 45 രൂപയുടെയൊക്കെ ഈ റേസർ ഉണ്ടല്ലോ, അത് ഒരു 3 കളറിൽ കിട്ടുന്നത്, അത് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. അത് എനിക്ക് ജോലി കിട്ടിയിട്ട് എൻ്റെ ഏണിങ്സിൽ പോയിട്ട് വാങ്ങിക്കുന്നു. എനിക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൾക്കാർ എന്നെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ എന്ന് ഇത് ചെയ്യുമോയെന്ന്. എന്നോട് ആരും അങ്ങനെ ചോദിച്ചൊന്നുമില്ല. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. അത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അതുമായിട്ട് അങ്ങോട്ട് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ നമ്മളത് ചെയ്യും. അങ്ങനെയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സാധനം കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ട് കാർമേസിയുടെ റേസേഴ്സ് പോലുള്ള റേസേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇപ്പം ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അർബൻ യോഗിൻ്റെ ഒരെണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ കൊടുത്തേക്കാം. അത് ഭയങ്കര അടിപൊളിയാണ്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഷേവിങ് സെറ്റിനേക്കാളും ഒക്കെ നല്ല സേഫാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ ഇവിടെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതെൻ്റെ സ്വന്തം തീരുമാനമായിരുന്നു. ഞാൻ ഇതുപോലെ ഒരുപാട് യൂട്യൂബ് വീഡിയോ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആലോചിക്കും, ചെയ്യണോ ചെയ്താൽ പണി കിട്ടുമോ, ഇങ്ങനെ 10 പ്രാവശ്യം ഞാൻ ഇഷ്ടം പോലെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ചെയ്താൽ എന്തെങ്കിലും വരുമോ, ഞാൻ ഒരുപാട് ഇതിൽ ഗവേഷണം നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഞാൻ തീരുമാനത്തിലെത്തിയത്. വാസ് ഐ സ്കെയർഡ് ബിഫോർ ട്രൈയിങ് ഇറ്റ്? ഓഫ് കോഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇരട്ടിയായിട്ട് വളരുമോ? എനിക്കാണെങ്കിൽ ഹെയർ ഗ്രോത്ത് അത്യാവശ്യം ഉണ്ട്. ഇപ്പം ഞാൻ ഷേവ് ചെയ്താലും എൻ്റെ ഹെയർ ഗ്രോത്തിനനുസരിച്ച് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ പിന്നെയും ഇത് വരാൻ തുടങ്ങും. അപ്പോൾ അത് ഓരോരുത്തരുടെ ഹെയർ ഗ്രോത്ത് പോലെയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ഹെയറൊക്കെ ആയിട്ട് എനിക്ക് ഇങ്ങനെ ഇവിടെയൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയും. മേ ബി PCOD ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും. അപ്പോൾ വലിയ കുഴപ്പമില്ല, വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. അതായിരുന്നു എനിക്കൊരു ആദ്യമുള്ളൊരു പേടി. അല്ലാതെ വേറെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിങ്ങനെ കൂടുവോ എന്നുള്ളൊരു സംഭവമായിരുന്നു ഇത് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വാട്ട് റേസർ ഡിഡ് ഐ യൂസ്? ഞാൻ മറ്റേ 3 കളറിലുള്ള റേസേഴ്സാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷനും ഇല്ല. എങ്ങാനും ഒന്ന് തെന്നി അപ്പുറത്തോട്ടോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം കട്ട്സ് വരും, ചോര വരും. അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഒരു പാടായിട്ട്, അത് ഉണങ്ങി പോകുന്നതും വരെ ഒരു ചെറിയ പാടായിട്ട് അവിടെ കിടക്കും. ചില കട്ട്സൊന്നും നമ്മൾ അറിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് അങ്ങോട്ട് നീറാൻ തുടങ്ങുന്നത്. അപ്പോൾ അത് കുറച്ച് സേഫ്റ്റി ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്, ഡിഡ് ഐ ഗെറ്റ് കട്ട്സ് ഓർ പിമ്പിൾസ്? അത് നേരത്തെ പറഞ്ഞ പോലെ കട്ട്സ് വന്നിട്ടുണ്ട്. പിമ്പിൾസ് എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. ചിലവർക്ക് കണ്ടിട്ടുണ്ട് ഈ ത്രെഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഐബ്രോസിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ തരിതരി പോലെയുള്ള പിമ്പിൾസ് വരുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ പ്രശ്നമില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇത് ചെയ്തത് കൊണ്ട് എനിക്ക് പിമ്പിൾസ് ഒന്നും വന്നിട്ടില്ല. ഹൗ ഡിഡ് മൈ സ്കിൻ ഫീൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഷേവിങ്? ഭയങ്കര സ്മൂത്ത് ആയ പോലെ തോന്നും. പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ഫിനിഷ് കിട്ടും. ഇപ്പോൾ ഒരു ഹെയറി ആയിട്ടുള്ള ഒരു
ഫേസിലേക്ക് മേക്കപ്പ് ഇടുമ്പോൾ എന്തോരം ഫിനിഷ് കിട്ടും, അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഹെയർലെസ് ആയിട്ടിരിക്കുന്ന ഒരു ഫേസിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഉള്ള ഫിനിഷ് എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അതാണ് എനിക്ക് ഫസ്റ്റ് തോന്നിയ കാര്യം. കുറച്ചും കൂടെ ഫേസ് ഒന്ന് ക്ലിയർ ആവുന്ന പോലെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയേക്കുന്നത്. ഇപ്പോൾ ഹെയർ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ബ്ലാക്ക് അല്ലേ, അപ്പോൾ ആ ബ്ലാക്ക് ഹെയർ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ എന്തോ ഒരു ഷാഡോ പോലെ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. അതങ്ങോട്ട് പോയി കഴിയുമ്പോൾ കുറച്ചൊരു ബ്രൈറ്റ്നസ് അതിൻ്റെതായിട്ടുള്ളത് വരുമല്ലോ. എനിക്കങ്ങനെ ഫീൽ ചെയ്യാറില്ല. ചിലവർക്ക് ഈ ത്രെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ത്രെഡ് ഇവിടെ ചെയ്താൽ കറക്റ്റ് അറിയാൻ പറ്റും അവർക്ക് ആ ഒരു ഷെയ്ഡ് ഡിഫറൻസ്. പക്ഷേ അങ്ങനെ വിസിബിളായിട്ട് എനിക്ക് ത്രെഡ് ചെയ്തു എന്ന് അങ്ങനെ ആ ഷെയ്ഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. എനിക്കങ്ങനെ ഇല്ല ചിലവർക്ക്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് എടുത്തറിയായിരിക്കും. പക്ഷേ ഇത് നോർമലൈസ് ചെയ്താൽ മതി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അതുമായിട്ട് അങ്ങ് ഓക്കെ ആയിക്കോളും. പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോഴാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഞാൻ ഈ പറയുന്നത് ഓവർ ഹെയർ ആയിട്ടുള്ളതാണ്, ചെറുതായിട്ടൊക്കെ ഉള്ളതൊന്നും ചെയ്യണ്ട. അല്ലാതെ ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ നല്ലപോലെ വളരുന്നുണ്ട്, അങ്ങനെയുള്ളവരുടെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. കുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ടീനേജേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ഉള്ള ആൾക്കാരുടെ കാര്യമാണ് പറയണത്. പിന്നെ ഡിഡ് മൈ മേക്കപ്പ് അപ്ലൈ ബെറ്റർ ആഫ്റ്റർവേർഡ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല സ്മൂത്ത് ഫിനിഷ് കിട്ടും. പിന്നെ നമുക്ക് തന്നെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഫൗണ്ടേഷനോ കൺസീലറോ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും ഒരു അവിടെ ഇവിടെ ഇങ്ങനെ പാച്ച് പോലെ ഇരിക്കാതെ കുറച്ച് സ്മൂത്ത് ആയിട്ട്, ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ സ്കിന്നാണ് ഉള്ളത്, ഈ സംഭവം കൂടെ നിങ്ങൾക്ക് അത്യാവശ്യം ഫേഷ്യൽ ഹെയർ ഒക്കെ ഉള്ള ടൈപ്പ് ആണെങ്കിൽ അതുകൂടെ ക്ലിയർ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ചേഞ്ച്, നല്ലൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടും. പിന്നെ ഡിഡ് ഐ നോട്ടീസ് എനി ഇറിറ്റേഷൻ? എനിക്ക് അങ്ങനെ ഇറിറ്റേഷൻ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഞാൻ ഷേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ മസ്റ്റായിട്ട് ഒരു മോയ്സ്ചറൈസർ ഇടുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കാർമേസിലേക്ക് ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ യൂസ് ചെയ്തിരുന്നത് കാർമേസിയുടെ ബാമുണ്ട്, ഷേവിംഗ് ബാമുണ്ട്, അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെയൊക്കെ ഞാൻ റിവ്യൂ ഞാൻ പേജിൽ ഇട്ടിട്ടുണ്ട്, ഞാനിവിടെ ഐക്കാർഡിൽ കൊടുത്തേക്കാം. അപ്പോൾ അതായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാനിപ്പം ഈ ഒരു മറ്റേ സംഭവത്തിലോട്ടായതിന് ശേഷം അത് അടിപൊളിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചു നോക്കിയാൽ നിങ്ങൾ ഈ ഷേവിങ് റേസേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട വരത്തില്ല. കാരണം ഒറ്റ എണ്ണം വാങ്ങിച്ചാൽ മതി, റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന. അതുകൊണ്ട് തന്നെ എനിക്ക് ഇറിറ്റേഷൻ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ എന്തായാലും ഷേവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഉള്ളൊരു സംഭവം സംതിങ് എന്തോ പോയ പോലെ ഒരു ഫീൽ നമുക്ക് തോന്നും. അത് മേ ബി ചിലവർക്ക് ഇറിറ്റേഷൻ ആയിട്ട് തോന്നാം. ഇതായിട്ട് അങ്ങോട്ട് സെറ്റ് ആയി കഴിഞ്ഞുണ്ടല്ലോ, പിന്നെ മറ്റേ സിനിമ പറഞ്ഞ നല്ല ത്രില്ല. വുഡ് ഐ ഡു ഇറ്റ് അഗൈൻ? ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ റേസേഴ്സ് അങ്ങനെ പ്രിഫർ ചെയ്യില്ല. കാർമേസിയുടെ റേസർ, ഞാൻ ഇതൊരു ബ്രാൻഡ് പ്രൊമോഷൻ അങ്ങനെ ഒന്നുമല്ല, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് ഞാൻ റിവ്യൂ ഒക്കെ ഇട്ടേക്കുന്നത്. കാർമേസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഷാർപ്പനല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലേഡ് പോലെ ഇരിക്കുന്ന ആ ഒരു ഷാർപ്പൻ എഡ്ജ് അല്ല. അവരതുപോലെ മേക്ക് ചെയ്തേക്കുന്നത് കൊണ്ട് കട്ട്സ് വരാനായിട്ട് നല്ല ചാൻസ് കുറവാണ്. പക്ഷേ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. അതും ഒരു ബ്ലേഡാണ്, ഇതൊരു ബ്ലേഡാണ്. ബ്ലേഡിന് ഡിഫറൻസ് ഉണ്ടെങ്കിലും നമ്മൾ ചെന്ന പിന്നം കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു റേസറാണ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ റേസർ യൂസ് ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ടുള്ള കെയർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കയറി കണ്ടു നോക്കിയാൽ മതി. പിന്നെ മിത്തും റിയൽ ഫാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡസ് ഷേവിങ് മേക്ക് ഫേഷ്യൽ ഹെയർ തിക്കർ? എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് സാധാരണ വരുന്ന പോലെ തന്നെയാണ് പിന്നെയും വരുന്നതായിട്ട് കണ്ടേക്കുന്നത്. പിന്നെ നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഹെയർ ഇങ്ങനെ വരുമ്പം അതിൻ്റെ മേളിലാണ് നമ്മൾ കട്ട് ചെയ്ത് വിടുന്നത്. ഇപ്പോൾ ഒരു ഹെയറാണ്, ഇത് സ്കിന്ന്, ഇത് ഹെയർ. ഈ സ്കിന്നിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഈ ഹെയർ വരുമ്പോഴത്തേക്ക് അതിൻ്റെ മേളത്തെ പോർഷൻ നിങ്ങൾ കട്ട് ചെയ്ത് വിടുന്നത്. അതിൻ്റെ താഴത്തെ അതിൻ്റെ സംഭവം പിന്നെ താഴെ കിടക്കുക, അത് പിന്നെ വളർന്ന് മേളിലേക്ക് വരും. അത് നമ്മൾ കട്ട് ചെയ്ത് വിടുക. അതാണ് ശരിക്കും നടക്കുന്നത്. അല്ലാതെ ഇതിങ്ങനെ വരുമ്പോഴത്തേക്കും മറ്റേ ഹെയർ മറ്റേ മരം പോലെ പന്തലിച്ച് പടർന്ന് അങ്ങനെയൊന്നും വരുമൊന്നുമില്ല. കുറച്ച് മിത്താണ് സംഭവം, വേറെ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഹെയർ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ വല്ല ലേസറോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഹെയർ ഗ്രോത്ത് കൺട്രോൾ ചെയ്യേണ്ടി വരും. നമ്മുടെ ഉള്ളിൽ നിന്നേ കൺട്രോൾ ചെയ്യേണ്ടി വരും. ഹെയർ ഗ്രോത്ത് പുറത്തേക്ക് വരുന്നതിൻ്റെ ഇത് കുറയും. അങ്ങനെയൊക്കെയാണ് വലിയ ആൾക്കാരൊക്കെ ചെയ്യുന്നത്. അതിന് നല്ല പൈസയാവും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ ഉള്ളൂ. ചാർജിങ് ആയിട്ട് യൂസ് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ചെറിയ സാധനമാണ്, കട്ട്സ് ഉണ്ടാവില്ല, നല്ല സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഡസ് ഷേവിങ് മേക്ക് ഹെയർ ഗ്രോ ഫാസ്റ്റർ? ഇല്ലില്ല. പിന്നെ തിക്കായിട്ടുള്ള ഹെയർ എന്നാണ് ആദ്യം ചോദിച്ചേക്കുന്നത്. തിക്കായിട്ടുള്ള ഹെയർ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഓരോരുത്തരുടെ ഡിപ്പെൻസ് ആണ്. എനിക്ക് കുറച്ച് ബ്ലാക്ക് കളർ കൂടുതലാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അല്ലാതെ എനിക്ക് തിക്കറായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഇങ്ങനെ അറ്റത്തൊക്കെ ആണെങ്കിൽ ഒരു ചെറുതായിട്ട് നമ്മൾ ഈ സൈഡിൽ വരുന്ന പോലത്തെ ഹെയർ അല്ല ഈ സൈഡിൽ വരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഇവിടെയൊക്കെ ഭയങ്കര സ്മോൾ ആയിട്ടുള്ള ഹെയർസാണ്. ഇവിടെ കുറച്ചും കൂടെ ഒരു ഇത് കട്ടി ഉണ്ടാവുമല്ലോ, ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അത് ഇത് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ വിൽ ഗെറ്റ് എ ബിയർഡ് ഇഫ് ഐ കീപ് ഷേവിങ്? ഇത് ഞാൻ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് താടി വരുമോ? ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സിനും ഗേൾസിനും രണ്ട് ടൈപ്പാണ്. അവരുടെ താടി വളരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഹോർമോൺസാണ്. നമുക്ക് ഗേൾസിൽ താടി ഉള്ളവരൊക്കെ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ PCOD, നമുക്ക് ഹോർമോൺ ചേഞ്ചസ്, നമ്മളുടെ ബോഡിയിൽ മെയിൽ ഹോർമോൺസ് കൂടുതൽ, നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുന്ന സംഭവങ്ങൾക്കാണ് ഈ താടി സാധനമൊക്കെ വരുന്നത്. അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം.
അല്ലാതെ ഒരിക്കലും ഒരു ഷേവ് ചെയ്തിട്ട് ഇത് വരത്തില്ല. ഷേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോർമോൺസിൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. ഇപ്പം മെയിൽ ഹോർമോൺസ് ആണ് നമ്മുടെ ഇതിനകത്ത് കൂടുതലെങ്കിൽ അതിലാണ് ഈ ഹെയർ ഗ്രോത്ത് ഒക്കെ. പ്രത്യേകിച്ച് ഈ PCOD ഒക്കെ ഉള്ളവർക്കാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ ഡസ് ഷേവിങ് ഡാർക്കൻ ഫേഷ്യൽ ഹെയർ. ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ ഒരു സൈഡിൽ മാത്രം അതെനിക്ക് അങ്ങനെ വിസിബിളായിട്ട് എനിക്കും അങ്ങനെ മീശ വെച്ച് കഴിഞ്ഞാൽ മറ്റേ മീശക്കാരൻ വരുന്ന പോലെ അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് എപ്പോഴും ഇപ്പം ഇത്ര നാളായി 6 വർഷത്തോളമായി ഇപ്പോഴും എനിക്ക് വലിയൊരു ചേഞ്ച് തോന്നിയിട്ടില്ല. പിന്നെ ഈ അറ്റത്ത് വരുന്ന ഹെയറിന് ഓൾറെഡി ഒരു മറ്റേ ഹെയറിനേക്കാൾ ഒരു ഇച്ചിരി തിക്നെസ് കൂടുതലായിരിക്കും. എനിക്ക് ആ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും തോന്നാറ്. ഈസ് ഷേവിങ് ബെറ്റർ ദാൻ വാക്സിങ് ഓർ ത്രെഡിങ്? വാക്സിങ് ഞാൻ പറയുകയാണെങ്കിൽ വാക്സിങ് നിങ്ങൾ ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. നമ്മുടെ ഈ കയ്യിലും കാലിലും വാച്ചിട്ട് വലിച്ചെടുക്കുന്ന പോലെ അല്ല നമ്മുടെ ഫേസ്. ഭയങ്കര സെൻസിറ്റീവാണ്, ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര സപ്പിളായിട്ടുള്ള സ്കിന്ന്. അപ്പോൾ ആ സ്കിന്നിൽ നമ്മൾ ഇങ്ങനെയൊക്കെ വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പെയിനുണ്ട്, ഞാൻ വലിച്ചെടുക്കുക. അപ്പം അതിനനുസരിച്ച് ചിലപ്പോൾ മേ ബി സ്കിന്ന് സാഗ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ടാവുമായിരിക്കും. എനിക്ക് അങ്ങനത്തെ പറയാൻ എനിക്കറിയില്ല. എന്നാലും ഭയങ്കര പെയിൻഫുള്ളാണ്. അതിൽ എത്രയോ ബെറ്റർ ഇത്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സ് ചെയ്യുമ്പോൾ റൂട്ടിൽ നിന്നാണ് പറിച്ച് കളയുന്നത്. അപ്പോൾ അത്രയും വേദന ഉണ്ടാവും. പിന്നെ ഹെയർ ഗ്രോത്ത് കുറച്ചും കൂടെ സ്ലോ ആയിട്ടേ വരുള്ളൂ. വേദന സഹിക്കാൻ തയ്യാറുള്ളവർക്കായി ചെയ്യാം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ വാക്സിങ്. പണ്ട് ഇതുപോലെ ഭ്രാന്ത് കയറിയിട്ട് ഞാൻ യൂട്യൂബിൽ മറ്റേ ഈ ഷുഗറൊക്കെ ഉരുക്കിയിട്ട് ഉള്ള പരിപാടി ഉണ്ടല്ലോ, ഉണ്ടായിരുന്നു. കുറേ പേരൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കറിയില്ല, നമുക്ക് പിന്നെ പൈസയില്ല. ഒരു റൈസർ വാങ്ങിക്കാനാണെങ്കിലും കൊച്ചു പിള്ളേരല്ലേ, അപ്പോൾ ചെയ്യാനായിട്ട് പൈസയൊന്നുമില്ല. അപ്പം അന്ന് ഞാനത് ചെയ്തിട്ടുണ്ട്. അന്ന് ഇതിൽ ഞാൻ ഖേദിക്കുന്നു. പിന്നെ ത്രെഡിങ്, എൻ്റെ പൊന്നോ, നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യരുത്. ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഈ ഒരു 18-19 വയസ്സുള്ള സമയത്ത് ഞാൻ ത്രെഡ് ചെയ്യാൻ പോയി. ആ സമയത്ത് എങ്ങാണ്ടാണ് ഞാൻ ആദ്യമായിട്ടൊക്കെ ത്രെഡ് ചെയ്യുന്നത്, 19 വയസ്സെങ്ങാണ്ടുള്ളപ്പോൾ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേച്ചി ഇങ്ങനെ ത്രെഡൊക്കെ ചെയ്തിട്ട് ആ ചേച്ചി എന്നോട് ചോദിച്ചു അപ്പർ ലിപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. എൻ്റെ ഒരു ഉത്സാഹത്തിൽ ഞാൻ കയറി ഇരിക്കുകയും ചെയ്തു. എൻ്റെ പൊന്നേ, ആ ചേച്ചി ഈ ത്രെഡ് ചെയ്യുന്ന പോലെ തന്നെ ഈ ലിപ്പിൽ ഇങ്ങനെ ഇട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ സ്വർഗം കാണും. എൻ്റെ സ്വർഗവും നരകവും ഒക്കെ കാണും. എന്തൊരു ഒടുക്കത്തെ വേനയെന്നറിയാം. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ ഹെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലിപ്പിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലെ അല്ലല്ലോ, ഭയങ്കര സ്മൂത്ത് അല്ലേ. ലിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള പോർഷൻ അല്ലേ. ഇവർ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് എൻ്റെ പൊന്നെ, ഞാൻ പിന്നെ ജീവിതത്തിൽ എത്തുക വരെ ഞാൻ ചെയ്യാൻ മുതിർന്നിട്ടില്ല. ഞാൻ ഇനി ചെയ്യേയില്ല. അത്രയ്ക്ക് പെയിൻഫുള്ളാണ്, ചെയ്യരുത്. അതുകൊണ്ട് നിങ്ങൾ ത്രെഡിങ്ങും മാക്സിമം ചെയ്യാതിരിക്കുക. ആരെങ്കിലുമൊക്കെ ത്രെഡിങ് അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റിയൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നല്ല പെയിനാണ്. അപ്പം ഒരു നൂല് വെച്ചിട്ട് നമ്മുടെ ഹെയറിൽ ഒരു ലോക്ക് ഇട്ടിട്ട് വലിച്ചിങ്ങോട്ട് പറിക്കുക. അപ്പോൾ അതിന് വേദന ഇല്ലാണ്ടിരിക്കില്ലല്ലോ. ഈ ഫേസ് ഷേവിങ് സ്യൂട്ടബിൾ ഫോർ സെൻസിറ്റീവ് സ്കിൻ. നോക്കണം നിങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷേവ് ചെയ്യുമ്പോൾ മേത്ത് തടിച്ചു പൊങ്ങുന്ന ആൾക്കാരുണ്ട്, പിന്നെ റെഡിഷ് ആവുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പരിപാടിക്ക് പോകരുത്, നിർത്തിക്കോണം അവിടെ വെച്ച്. കാരണം എല്ലാവർക്കും എല്ലാം ചേരണം എന്നില്ല. ക്യാൻ പീപ്പിൾ വിത്ത് ആക്നെ ഷേവ് ദെയർ ഫേസ്? ആക്നെ ഉള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഈ ആക്നേസ് ഒക്കെ ഇങ്ങനെ പൊങ്ങി പൊട്ടി പിന്നെ ബ്ലഡൊക്കെ വന്ന് അങ്ങനെയൊക്കെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ ഷേവ് ചെയ്യരുത്. എൻ്റെ ഒരു അഭിപ്രായമാണ് ഷേവ് ചെയ്യരുത്. നിങ്ങൾ മരുന്നൊക്കെ യൂസാക്കി അതൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ യൂസ് ആക്കിക്കോ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പം പിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷൻ കാണിക്കണ്ടെങ്കിൽ പിന്നെ സ്കിന്നിനോട് ആ പരിപാടി ചെയ്യരുത്. അതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എൻ്റെ ആക്നെ പ്രോൺ ആണ്, എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും എനിക്ക് കുരുവൊക്കെ വന്ന് എൻ്റെ പൊട്ടി പൊളിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഇതുപോലെ ഇവിടെയൊക്കെ ഹെയർ വന്നു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ ഞാൻ വെച്ചേക്കും. അത് കഴിഞ്ഞിട്ടെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ, ഇവിടെ കുരുവൊക്കെ ഇരിക്കുവാണെങ്കിൽ ഞാൻ ഷേവ് ചെയ്യൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ആലോചിച്ച് യുക്തിപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഡസ് ഷേവിങ് റിമൂവ് ടാൻ? ടാൻ ഒന്നും റിമൂവ് ആക്കുമൊന്നുമില്ല കേട്ടോ. ടാൻ എങ്ങനെ റിമൂവ് ആക്കുന്നത്? കാരണം സ്കിന്നിലുള്ള ഹെയർ റിമൂവ് ആക്കുമ്പോൾ എങ്ങനെ ടാൻ റിമൂവ് ആവും? ടാൻ റിമൂവ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു സൺസ്ക്രീൻ നോക്കുക. പിന്നെ സൺസ്ക്രീൻ ഏതാ നല്ലതെന്ന് ചേച്ചിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾ ഒന്നെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുക, അവർ നല്ലൊരു സൺസ്ക്രീൻ തരും. പിന്നെ പുറത്തിറങ്ങുമ്പോൾ വെയിൽ കൊള്ളാതിരിക്കുക, കുട ഉപയോഗിക്കുക. പിന്നെ നല്ലൊരു അറിയത്തില്ല ഏത് ടാൻ റിമൂവ് ചെയ്യുന്ന മാസ്ക് ആണെങ്കിലും അത് കുറച്ച് നാൾ യൂസ് ചെയ്താലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, അല്ലാതെ ഷേവ് ചെയ്താലൊന്നും ടാൻ മാറാൻ പോകുന്നില്ല. ക്യാൻ ഷേവിങ് ഇംപ്രൂവ് സ്കിൻ കെയർ അബ്സോർപ്ഷൻ? എവിടുന്ന്? എനിക്കറിയില്ല കേട്ടോ, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. കാരണം നമ്മൾ ഷേവ് ചെയ്യുമ്പം ഹെയർ അല്ലേ റിമൂവ് ആവുന്നുള്ളൂ. ഹെയറിൻ്റെ ഓരോ പോഴ്സിലും ഹെയർ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ മേൽഭാഗം കട്ട് ചെയ്ത് വിടുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ അങ്ങനെ അബ്സോർപ്ഷൻ ആവുന്നത് അങ്ങനെയൊന്നുമില്ല. നേരത്തെ എന്താണോ ഉണ്ടായിരുന്നത് അതൊക്കെ തന്നെ ഇത് കഴിയുമ്പോൾ സംഭവിക്കുകയുള്ളൂ. എനിക്ക് ലാസ്റ്റായിട്ടൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഫേസ് ഷേവ് ചെയ്യാൻ പോവോ ഇല്ലയോ? നിങ്ങളുടെ സ്കിൻ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ട്രൈ ചെയ്യരുത്. അല്ലാണ്ട് ഇതേവരെ ചെയ്യണം പക്ഷെ ഒരു തടസ്സമായിട്ട് നിന്നിരുന്നു, ഈ വീഡിയോ കണ്ടപ്പോൾ ചെയ്യണം എന്ന് തോന്നി,
എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടിയോ, നല്ല ഇതുപോലെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിനൊരു നല്ല ഫിനിഷിങ് കിട്ടിയോ എന്നുള്ളത് വന്ന് കമൻറ്റ് ചെയ്യണം. എന്ത് കാര്യം എടുത്താലും നമ്മുടെ ഈ കേരളത്തിൽ അതിൻ്റെ പുറകിലൊരു മിത്തുണ്ട്. കേരളത്തിൻ്റെ കാര്യം എനിക്ക് പറയാൻ അറിയുള്ളൂ, കാരണം ഞാൻ കേരളത്തിലാണ് ജനിച്ചത്. എനിക്ക് വേറെ ആ ഒരു ഇതിൻ്റെ അറിയില്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ എന്ത് സാധനം നമ്മൾ കൊണ്ടുവന്നാലും അതിൻ്റെ പുറകിലൊരു മിത്തുണ്ട്. മേ ബി മിത്ത് അന്നത്തെ കാലത്ത് അന്നത്തെ സിറ്റുവേഷൻ്റെ പിന്നാലെ ഉണ്ടായ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. രാത്രി നമ്മുടെയൊക്കെ പ്രായമുള്ളവർ പറയും രാത്രി നഖം വെട്ടരുതെന്ന്. അതിൽ പഠിപ്പിച്ച കാര്യമാണ് രാത്രി നഖം വെട്ടരുതെന്ന് പറയും. പക്ഷേ ഈ നഖം വെട്ടരുതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് പഴയ വീടുകളിൽ ഒട്ടുമിക്ക വീടുകളിലും കറണ്ടൊന്നുമില്ല. എല്ലാം ഈ മണ്ണെണ്ണ വിളക്കും അങ്ങനെയൊക്കെയാണ്. മണ്ണെണ്ണ വിളക്കും സാധാ വിളക്കും അങ്ങനെയൊക്കെ കത്തിച്ചിട്ടാണ് പണ്ടത്തെ വീടുകളിൽ അവർക്ക് നൈറ്റ് ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ തിണ്ണയിലോ അവിടെ എവിടെയൊക്കെ ഇരുന്ന് നഖം വെട്ടുവാണെങ്കിൽ കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു മണ്ണെണ്ണ വിളക്ക് ആയിരിക്കും ചിലപ്പോൾ ആ വീട്ടിലൊക്കെ ഉണ്ടാകും. മങ്ങിയ വെട്ടത്തിൽ പോയി നഖം വെട്ടിക്കഴിഞ്ഞാൽ നഖം സ്കിൻ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ രാത്രി നഖം വെട്ടരുത് എന്നാണ് അന്നത്തെ സിറ്റുവേഷനിൽ ആൾക്കാർ പറഞ്ഞു കൊടുത്തിരുന്നത്. പക്ഷെ കാലം ഇന്ന് ഇത്രയും പുരോഗമിച്ച് ഇന്ന് ഇലക്ട്രിസിറ്റി ഉണ്ട്, ഇതൊക്കെയുണ്ട്. ഇന്നും ആ ഒരു മിത്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. രാത്രി നഖം വെട്ടിയ പ്രശ്നമാണെന്ന്. ഇതിന് ചിലപ്പോൾ നല്ലൊരു വശമുണ്ടാവാം, ചിലപ്പോൾ ഞാൻ പറയുന്നത് എന്തെങ്കിലും റോങ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിങ്ങനെ കാലാകാലമായിട്ട് ഓരോ മിത്തുകൾ ഇങ്ങനെ പാസ് ചെയ്ത് ജനറേഷനിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ഉൾക്കൊള്ളണോ വേണ്ടെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഒരു മിത്തും അതിലൊരു തടസ്സമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണം, നിങ്ങൾക്കത് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഒരു മിത്ത് കാരണം നിങ്ങളിത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഒരു സീനും ഇല്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. മടി പിടിച്ച് ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇതുവരെ ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ചെയ്യുക. ഞാൻ എന്തായാലും ബിഫോർ ആഫ്റ്റർ നിങ്ങൾക്ക് പിക്ചേഴ്സ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് എൻ്റെ പേജിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.